ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എറണാകുളത്തുള്ള അപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു കമൻറ്റ് വന്നുകൊണ്ടാ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തത്. ഇന്ന് രാവിലെ ശനിയാഴ്ച പോസ്റ്റ് ചെയ്ത് വരിക. ചിലർ നെഗറ്റീവായി കമൻ്റ് അടിക്കാറുണ്ട്, ചിലർ പോസിറ്റീവായി കമൻ്റ് അടിക്കാറുണ്ട്, ചിലർ ഒന്നും അറിയാണ്ട് എന്തൊക്കെയോ കമൻ്റ് അടിക്കാറുണ്ട്, ചിലർ വേറെ ആരുടെയെങ്കിലും കാര്യം ഞാൻ പറയാൻ വേണ്ടിയിട്ട് എന്നെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലർ എന്തൊക്കെയോ കമൻ്റ് അടിക്കാറുണ്ട്. പക്ഷേ ഇന്ന് വന്നിട്ടുള്ളൊരു നല്ല കമൻ്റ് എന്നെ സ്നേഹിക്കണോണ്ടാവാം, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് അറിയണോണ്ടാവാം, എങ്ങനെയോ ഡ്രീം വേൾഡ് ഷോർട്സ് അങ്ങനെയാണ് ഒരു അക്കൗണ്ടിൻ്റെ ആ കമൻറ്റ് വായിക്കട്ടെ. വിഷ്ണു, ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കാതെ നല്ല ജോബൊക്കെ വാങ്ങി നല്ല ലൈഫ് സെറ്റാക്കാൻ നോക്ക്. പിന്നെ ഈ കാലത്ത് ക്യാഷ് ഇല്ലെങ്കിൽ ഒരു വിലയും ആർക്കും ഉണ്ടാവില്ല. പിന്നെ തനിക്ക് ഒരുപാട് പ്രോബ്ലം ഉള്ളത് അല്ലേ? ഇത്രയും പ്രോബ്ലംസ് ഉള്ളപ്പോൾ ആദ്യം അത് ഹാൻഡിൽ ചെയ്ത് ജീവിച്ചു കാണിക്കുക. അതാണ് താൻ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല. ഫ്രണ്ട് ഒക്കെ നല്ലതാണ്, ട്രിപ്പ് നല്ലതാണ്, ബട്ട് ജീവിതം ഇങ്ങനെ ആയി ഇനിയെങ്കിലും നന്നായി പോകാൻ നോക്ക്. താങ്ക് യു സോ മച്ച് ഫോർ ദ കമൻറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പറയണത് കേൾക്കാനൊരു രസമുണ്ട്. ഇങ്ങനെ ഒരുപാട് കമൻറ്റ്സ് വരാറുണ്ട് കേട്ടോ. ഞാൻ നെഗറ്റീവ് കമൻറ്റ് മാത്രം എടുത്തിട്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയണമല്ല. എനിക്ക് വീഡിയോ ചെയ്യാൻ ഇഷ്ടമാണ്, ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്, എൻ്റെ ഫ്രണ്ട്സിന് ഇഷ്ടമാണ്, എൻ്റെ ഫാമിലിനെ ഇഷ്ടമാണ്. ഞാൻ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിൻ്റെ പിന്നാലെയാണ് ഫോളോ അപ്പ് ചെയ്ത് നടക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് ആഗ്രഹം സ്വന്തമായിട്ടൊരു ബിസിനസ് വേണമെന്നുള്ളത്. ഒരുപാട് ജോലി ചെയ്തിട്ടില്ല, എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫോളോ അപ്പിലാണ്. ഞാൻ ഉറപ്പായിട്ടും ജോലി ചെയ്യാമെന്നുള്ളതല്ല, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് എൻ്റെ ഭയങ്കര വലിയ ഡ്രീമാണ്. ജോലിക്ക് ഞാൻ നോക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ ബിസിനസ്സും ഈ ജോലിയും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ രണ്ട് ട്രൈ ചെയ്യും. കാരണം ബിസിനസ് ഞാൻ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് തന്നെ ലാഭവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആരൊക്കെ വാങ്ങും, എൻ്റെ പ്രൊഡക്റ്റ് സെയിലാവുമോ, ഇതൊന്നും എനിക്കറിയില്ല. സോ ഞാനും വെയിറ്റിംഗ് ആണ് അങ്ങനെ നല്ലൊരു മൊമെൻറ്റിന്. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടായി കമൻറ്റ്. താങ്ക് യു സോ മച്ച്. രാവിലെ ഞാൻ 2-3 മണി എനിക്കിപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല, എനിക്കിപ്പോൾ എണീറ്റിട്ടുള്ളൂ. വൈകുന്നേരമായിരുന്നു വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടന്നിരുന്നത്. അപ്പം അതിൻ്റെ പിന്നാലെ നടക്കണോണ്ട് തന്നെ രാത്രിയാകുമ്പോൾ നമ്മൾ ഫ്രീ ആവും. ഞാൻ പകൽ ഫുള്ള് കിടന്നു തുടങ്ങിയിട്ട് വൈകുന്നേരമാണ് എൻ്റെ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ അതെന്താ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് നടക്കില്ലെന്ന് കൂടി കാണിക്കാൻ പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ട്രിപ്പ്, ഫ്രണ്ട്സ്, കറങ്ങി നടക്കണതൊക്കെ എനിക്ക് എൻ്റെ ചിരിച്ചിട്ടുള്ള വീഡിയോസ്, നല്ല വീഡിയോസ് ഇടാനാണ് ഭയങ്കര ഇഷ്ടം. എനിക്കിങ്ങനെ കറഞ്ഞിട്ട് വീഡിയോ ഇടുന്നത് ഇഷ്ടമല്ലെന്നല്ല, എനിക്കങ്ങനെ ചെയ്യാൻ ഇതുവരെ തോന്നിയിട്ടില്ല. അപ്പോൾ എനിക്കങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഷുവറായിട്ടും അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന് കഴിഞ്ഞാൽ അങ്ങനെ വരുന്നു വരും. പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെ വീഡിയോ ഇടാനൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിലുണ്ടാവണ നല്ല മൊമെൻറ്റ്സ് മാത്രമേ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതങ്ങനെ നടന്നു അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് എനിക്ക് അങ്ങനെ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കണം. ഞാൻ എപ്പോഴും വീഡിയോ കാണുമ്പോൾ ആഗ്രഹിക്കാറുണ്ട് ഒരാളെ എനിക്ക് കുറ്റം പറയാത്ത വീഡിയോ ഒക്കെ ഇടണം, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള നല്ല ഇൻസിഡൻസ് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ പണ്ടത്തെ വീഡിയോസ് നോക്കിയാലും ഞാൻ എന്നെ ബ്ലെയിം ചെയ്തിട്ടുള്ള ആൾക്കാരെ ഞാൻ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ചീത്ത പറഞ്ഞിട്ടോ ഒരു വീഡിയോ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. സോ എനിക്ക് അങ്ങനെ ഇടാനാണ് ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നടന്ന നല്ല കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് വീഡിയോ ചെയ്യണത്. ഇപ്പോൾ നമ്മളെങ്ങനെ പോകണമെന്ന് അറിയും, ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അവരൊക്കെ കിടന്നുറങ്ങുക, എനിക്ക് അവരെന്നെ വിളിച്ചോണ്ടാനും തോന്നുന്നില്ല. സോ നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാണ്ടാക്കാൻ നോക്കാം. ഇവിടെ മിക്കതും സ്വിഗ്ഗി സാധനങ്ങളൊക്കെ ആയിട്ട് വാങ്ങാം. അപ്പോൾ നമ്മൾ കുറച്ച് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കാം ആദ്യം. ബാക്കി ശേഷം ഞാൻ കൂടെ അതിൻ്റെ കൂടെ പറയാം. നമ്മുടെ ഫ്ലാറ്റിലേക്ക് കയറി പോകണ വഴിയാണ്ടാ. ഈ സൈഡിൽ കാണാനാണ് കട. ഇവിടെ നിന്ന് നമുക്ക് ബ്രെഡ് വാങ്ങാം, എന്നിട്ട് വീട്ടിൽ മുട്ടരിയുണ്ട്, അപ്പോൾ ഓംപ്ലേറ്റ് ഉണ്ടാക്കാം. കട അടച്ചേക്കാണ്. ഇപ്പം എന്താ ചെയ്യാം, നമുക്ക് മുട്ട ഉണ്ടാക്കാം. അതിൻ്റെ ഇടയിൽ എൻ്റെ വിശേഷങ്ങളൊക്കെ കേൾക്കണം. ഓക്കെ, എനിക്കൊന്നും വിശക്കൊന്നുമില്ല, ഒന്നാമത് പല്ല് വലിക്കുന്നത്. ഞാൻ ഈ കുക്ക് ചെയ്യാനൊന്നും വലിയ പിടുത്തില്ല. ഗ്യാസ് എന്തെങ്കിലും കത്തിച്ച് നോക്കാം. എനിക്ക് അടിയിൽ ഓണാക്കേണ്ട കാര്യം അറിയില്ല. അപ്പോൾ വർക്കിൻ്റെ കാര്യം, ഒരു ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. വർക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. എനിക്ക് രണ്ടും കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ള ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും വർക്കിനും പോവും, ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യും. എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് എടുത്തിട്ട് പറഞ്ഞിട്ട് മുന്നേ വീഡിയോ ഇട്ടുണ്ടായിട്ടാ, ഹോം ടൂറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടാവും. അപ്പോൾ അവിടെയാണ് ഞാനുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഭയങ്കര ഫ്രീഡാണ്. അപ്പോൾ ഞാനിവിടെ ആരും എണീറ്റിട്ടില്ല, അവരൊക്കെ ലേറ്റായിട്ട് എണീക്കുള്ളൂ. കാരണം നൈറ്റ് ഫുള്ള് കറക്കാണ്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റിട്ട് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് പിന്നെ ഒരു ചായയൊക്കെ ഉണ്ടാക്കി മുട്ടയൊക്കെ ഉണ്ടാക്കിയിട്ടാണ്. ഞാൻ ഫുഡൊന്നും അങ്ങനെ ഉണ്ടാക്കില്ല വീട്ടിലങ്ങനെ. എനിക്ക് എപ്പോഴും ഫുഡ് ഉണ്ടാക്കേണ്ട ഗതികളൊന്നും വരാറില്ല, ഫുള്ളൊക്കെ അമ്മ ഉണ്ടാക്കി തരാറ്. പക്ഷേ ഞാൻ വയനാടും ഇവിടെയൊക്കെ വന്നിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ കുക്ക് ചെയ്യണതും ചായ വയ്ക്കണമൊക്കെ അങ്ങനെ ആദ്യമായിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഞാൻ ഉണ്ടാക്കിയ ചായ കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചായ അഡിക്റ്റ് ഒന്നുമല്ല. പക്ഷേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയി പുറത്ത് പോയിരുന്ന ചായ
ചായ കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആ ടൈമിൽ നിന്ന് നമ്മൾ സംസാരിക്കുന്ന രീതിയൊക്കെ വേറെ രീതിയായിരിക്കും. അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. ചില ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ചായ അഡിക്ട്സാണ്. അപ്പോൾ അവരെപ്പോഴും ചായ കുടിക്കാൻ പോകും. അതുകൊണ്ട് ഞങ്ങൾ പുറത്തും പോകും. പിന്നെ ഞാൻ ഉണ്ടാക്കിയതാണ്. ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. റയറായിട്ട് അച്ഛനമ്മ ഇല്ലാത്തപ്പോഴൊക്കെ ഈ കഴിഞ്ഞ വർഷമാണ് ഞാൻ ഫുഡൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കാനൊക്കെ തുടങ്ങിയിട്ടാണ്. ഇതിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട ഓംപ്ലേറ്റ് ബുൾസൈ എന്താ സംഭവമാണ്, പേരിൽ ഓർമ്മയില്ല. അതിൽ ഞാൻ കുറച്ച് ജീരം പൊടിച്ചിട്ടുണ്ട്, കുറച്ച് ഉപ്പിട്ടുണ്ട്. ഉപ്പ് എത്ര നല്ല വന്നല്ല, അപ്പോൾ ഞാൻ ഉപ്പ് കുറച്ചിട്ടുള്ളൂ, അത്ര തന്നെ ഉള്ളൂ. ജസ്റ്റ് വാട്ടിയെടുത്തേക്കാണ്. പിന്നെ ചായ ഉണ്ടാക്കിയിട്ട് ബ്രൂ 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 ചായ ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ചത് വയനാട്ടിൽ വന്നിട്ടാണ്. ഉണ്ടാക്കാൻ പഠിച്ചൊന്നും അല്ല, പക്ഷേ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അജുവിൻ്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു 2 ദിവസം മുന്നേ. പക്ഷേ ഇപ്പോൾ 2 ദിവസമായിട്ട് പോയേക്കാണ്. അതുകൊണ്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഞങ്ങളുടെ ഇവിടെ ഉള്ളത് മൊത്തം ബോയ്സാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ക്ലീൻ ചെയ്യാറൊന്നുമില്ല. പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ വെറുതെ ഇരുന്നിട്ട് എനിക്ക് ബോറടി. രാവിലെ ആണെങ്കിൽ ഞാൻ നേരത്തെ എണീക്കുകയും ചെയ്തു. 3 മണിക്ക് ആകുമ്പോഴാണ് എണീറ്റത്. ഞങ്ങൾക്ക് നൈറ്റ് മാത്രമേ പുറത്തിറങ്ങിയിട്ട് നടക്കുന്ന പരിപാടിയുള്ളൂ. അത് കാരണം പകലൊന്നും അങ്ങനെ ഇറങ്ങാറില്ല, വെയിലും കാരണം. എറണാകുളമല്ലേ, നല്ല ചൂടാണ്. അപ്പോൾ ഞാൻ ഉള്ളിലുള്ള ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ പാത്രം കഴുകാനും തുടയ്ക്കാനും അടിച്ചു വരാനും അവിടെ തീരുമാനിച്ചു. അപ്പോൾ ഫുൾ ക്ലീൻ ചെയ്തു, പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. പിന്നെ അവിടെ തുടച്ച് വൃത്തിയാക്കിയിട്ടാണ്. ഇതൊന്നും എനിക്ക് ശീലമേ ഇല്ലാത്ത കാര്യമാണ്. പക്ഷേ ഞാൻ വീട്ടിൽ ആരും ഇല്ലാത്തപ്പോൾ മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാറ് കേട്ടോ. ഇവിടെ തന്നെ ആരും ഡിസ്റ്റർബ് ചെയ്യാനില്ല. കാരണം അമ്മ പോയേക്ക് അവിടുത്തെ. അജുവാണെങ്കിൽ നല്ല ഉറക്കമാണ്. എനിക്കാണെങ്കിൽ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്യാനെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വർക്ക് ചെയ്യാമെന്ന്. പിന്നെ എനിക്ക് അങ്ങനെ ആരും കളിയാക്കാനോ ഒന്നുമില്ല ഇവിടെ. അപ്പോൾ ഞാൻ സുഖമായിട്ട് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. വെറുതെ ഇരുന്ന് ഓരോന്നൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ വെറുതെ എണീറ്റിരുന്ന മൈൻഡിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നോളും. അപ്പോൾ ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ എൻ്റെ ചായ എടുത്ത് കുടിച്ച് പാട്ടും കേട്ട് ഉള്ള പണി മൊത്തം തീർക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെയും കുറച്ച് ടൈം പോട്ടെ വിചാരിച്ച്. അപ്പോൾ ഞങ്ങളങ്ങനെ കുറേ പണിയൊക്കെ ചെയ്ത് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ മാത്രമേ ഇരുന്നിട്ട് ഫുള്ള് ക്ലീൻ ചെയ്ത് സെറ്റപ്പാക്കി. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ കാരണം എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് വേണമെങ്കിൽ നിൽക്കാൻ പറ്റും കേട്ടോ. ക്ലീൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. എനിക്കിപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് റൂം എടുത്ത് നിൽക്കണമൊക്കെ ഭയങ്കര താല്പര്യമാണ്. എൻ്റെ വീട് സെറ്റായിട്ട് വേണം എനിക്ക് എവിടെയെങ്കിലും ഒന്ന് മാറിക്കാമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. ഇപ്പോൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് കോഴിക്കോട് എറണാകുളത്തോ അങ്ങനെ എവിടെയെങ്കിലും ദൂരെ എവിടെയെങ്കിലും പോയിട്ട്, അതായത് തൃശ്ശൂർ നാട്ടിൽ നിന്ന് ദൂരെ പോയിട്ട് ഒരു റൂം എടുത്തിട്ട് അവിടെ ജോലിക്ക് നിൽക്കണം. ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാവുമല്ലോ, അതിനൊരു പാർട്ട്ണറും ഉണ്ടാവും. ഇവൻ അജു, എനിക്ക് പുതിയ AI വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ചിട്ട് പഠിപ്പിച്ച് തരികയാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് യൂട്യൂബ് ചാനൽ ഇങ്ങനെ തുടങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട്. കാര്യം എന്ന് വെച്ചാൽ അടിച്ചു പൊളിച്ച് കിടക്കണം, അതായത് ജോബ് നോക്കി കാര്യം നോക്കാൻ. ശരിയാണ്, എൻ്റെ സിറ്റുവേഷൻ ബാഡാണ്. എൻ്റെ എല്ലാ ബാഡ് സിറ്റുവേഷനിലും ഞാൻ കുറേ ബാഡ് കാര്യങ്ങൾ വീണ്ടും എടുത്തു വെച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് പറ്റാത്ത കേപ്പബിൾ അല്ലാത്ത കാര്യങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ. അവർക്കൊരു സങ്കടം എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ കൂടെ നിന്നും വി ക്യാൻ മാനേജ് അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. എന്നെയും അങ്ങനെ കുറേ പേര് നോക്കിയിട്ടുള്ള കേട്ടോ. അതുകൊണ്ട് എനിക്കങ്ങനെ ഒരാൾക്ക് സങ്കടം എന്ന് പറയുമ്പോൾ ഞാൻ ഒരാളെ മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല. എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാനും നിന്നെ സഹായിക്കാൻ നീ എൻ്റെ കൂടെ നിന്നോന്നേ ഞാൻ പറയാറുള്ളൂ. അപ്പോൾ ഞാൻ പറയാം, നിങ്ങളെ എന്തുകൊണ്ടാണ് ഞാൻ അടിച്ചു പൊളിച്ച് നടക്കുന്ന വീഡിയോസ് മാത്രം കാണണമെന്നറിയും. ഞാൻ അതുമാത്രം പോസ്റ്റ് ചെയ്യണുള്ളൂ. എൻ്റെ സങ്കടങ്ങൾ അല്ലെങ്കിൽ ഞാൻ കരഞ്ഞിരിക്കുന്ന മൊമെൻറ്റ്സ് ഈ വീഡിയോ ചെയ്യണ പോലെ ഞാൻ ഹാപ്പി ആയിട്ട് ഓക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രമേ ഞാൻ വീഡിയോ ചെയ്യണത്. എനിക്ക് കരഞ്ഞിരിക്കുന്ന മൊമെൻറ്റ്സ് വീഡിയോ ഇട്ടിട്ട് റീച്ച് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ കുറ്റം പറഞ്ഞിട്ട് റീച്ച് ഉണ്ടാക്കാനോ, എല്ലാവർക്കും അറിയാം ഫാമിലി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റീച്ചാണ്. ഒരാളെ ബ്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ റീച്ചാണ് എന്നുള്ളത്. റീച്ചാക്കാം, പൈസ ഉണ്ടാക്കാം. നമുക്ക് എൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. ഞാൻ ഇപ്പോൾ ഐ തിങ്ക് ഒരു 6 മാസമൊക്കെ കഴിഞ്ഞ് ജോലി പോയിട്ടുണ്ടാവുക. എനിക്ക് എല്ലാ മാസവും 7,000 അടുത്ത് EMI അടയ്ക്കാണ്ട്. എനിക്ക് എൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടുള്ള എടുത്തിട്ടുള്ള EMI അല്ല, സ്റ്റിൽ ഞാനത് അടച്ചു വിടണം. വേറെ ആൾക്കാർ എടുത്തു പോയി എന്നുള്ളത് പറഞ്ഞിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എടുത്തിട്ടുള്ള എൻ്റെ അമ്മേൻ്റെ പേരിൽ എടുത്തിട്ടുള്ള EMI 7,000 വെച്ചിട്ട് എല്ലാ മാസം അടയ്ക്കണം, ഒരു ജോലിക്കും പോകില്ല. പക്ഷേ ഈ എമൗണ്ട് ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കണ്ടേ? ഞാൻ ഒന്നെങ്കിൽ യൂട്യൂബ് ചെയ്ത് വീഡിയോ ആണ്. യൂട്യൂബ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പൈസ കിട്ടുന്നുണ്ട്. പ്രൊമോഷൻ ചെയ്ത ചിലപ്പോൾ പ്രൊമോഷൻ വരാറുണ്ട്, ചിലപ്പോൾ ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്തിട്ട് പ്രൊമോഷൻസ് വരാറുണ്ട്, യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് പ്രൊമോഷൻസ് വരാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള എമൗണ്ട് വെച്ചിട്ട് തന്നെ ഞാനും കളിച്ചിറങ്ങുന്നത്. എൻ്റെ ജോലി ചെയ്ത് കിട്ടണ സാലറിയുടെ ആവറേജ് ഒരു 20-20ൻ്റെ മുകളിൽ, സംടൈംസ് 20ൻ്റെ മുകളിൽ. അങ്ങനെ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ ഒന്നുമല്ല, അടിച്ചു പൊളിക്കുന്ന പൈസ ഒന്നും എൻ്റെ ഇല്ല. അതൊക്കെ എൻ്റെ ഫ്രണ്ട്സ് എന്നെ ഹെൽപ്പ് ചെയ്യണതാണ്. മീൻസ് എന്നെ കൊണ്ട് നടക്കാനില്ല. നീ ഫ്രീ ആണെന്നെനിക്ക് വന്നോ, അത് നമുക്ക് അടിച്ചു പൊളിക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ ഓരോ സ്ഥലത്തേക്ക്. ഇപ്പം ഞാൻ എറണാകുളത്തുള്ളത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മച്ചിയുടെ വീടാണ്. ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നത് അവരാണ്, അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ എടുക്കുന്നത് അവരാണ്. അപ്പോൾ നമ്മളെല്ലാം അങ്ങനെയാണ്. അല്ലാത്ത സന്ദർഭങ്ങളിൽ ക്യാഷ് ഇപ്പം നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഈ ബില്ല് ഞാൻ പേ ചെയ്യാട്ടാ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പോൾ എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷുവറായിട്ട് ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ വാങ്ങാറുണ്ട്. അപ്പോൾ നിങ്ങൾ അടിച്ചു പൊളിക്കുന്ന വീഡിയോസ് കാണുന്നത്, അല്ലെങ്കിൽ ഞാൻ സന്തോഷിച്ചിരിക്കുന്ന വീഡിയോസ് മാത്രം കാണുന്നത്, ഞാൻ അത് മാത്രം അപ്ലോഡ് ചെയ്യുള്ളൂ. നിങ്ങൾ എൻ്റെ ലൈഫിൽ കൂടെ വന്നിട്ടുള്ള ഒരാളല്ല. അതുകൊണ്ട് എൻ്റെ സങ്കടങ്ങൾ ഞാൻ ഒരിക്കലും ഇങ്ങനെ പറയേണ്ട ഗതികേട് വരുന്നത് മാത്രമേ ഞാൻ വിചാരിക്കുള്ളൂ. എനിക്കെപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്. ഞാൻ
എപ്പോഴും വിചാരിക്കും എനിക്ക് മുന്നിലേക്ക് പോകുമ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റും, എൻ്റെ വീട് പണിയാൻ പറ്റും, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. ഷുവറായിട്ട് ഞാൻ കുറച്ച് നാളിലേക്കുള്ളിൽ എന്തായാലും ഞാൻ ബിസിനസ് പുറത്തേക്ക് ഇറക്കും. ഇനി അത് ഹൈഡൺ ആക്കി വയ്ക്കുമൊന്നുമില്ല. അപ്പോൾ ഞാനും എഫേർട്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്കെന്തായാലും പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പഠിക്കും ഞാൻ ഷുവറായിട്ടും. അതൊക്കെ ഞാൻ ഇതിൽ അപ്ഡേറ്റ് ചെയ്യും, ഷുവറായിട്ട് അപ്ഡേറ്റ് ചെയ്യും. നിങ്ങൾ എന്നെ ക്ലോസ് ആയിട്ട് ഒരു ഫാമിലി മെമ്പർ പോലെ കാണുന്നതും സംസാരിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. എനിക്ക് എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ അതിലേക്ക് ജോയിൻ ചെയ്തിട്ട് വരുത്തിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. അല്ലെങ്കിൽ ഏതൊരു പോയിന്റും സങ്കടവും പ്രോബ്ലം ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മളത് ജയിച്ച് കാണിച്ചിട്ട് ഞാൻ പറയണം, ഞാൻ ആ ടൈമിൽ ഇങ്ങനെ സ്ട്രഗ്ലിങ് ടൈമിലും ഞാൻ എൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്നു അല്ലെങ്കിൽ ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ കഴിഞ്ഞു വെച്ചാൽ അതാണ് എൻ്റെ വിജയം. അങ്ങനെയാണ് എനിക്ക് കുറേ ആൾക്കാരുണ്ട്. അല്ലാണ്ട് എനിക്ക് സങ്കടങ്ങൾ പറഞ്ഞിട്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് കുറേ ആൾക്കാരെ വരുത്തിക്കണം അല്ലെങ്കിൽ അതിൽ നിന്ന് പൈസ ഉണ്ടാക്കണം ഞാൻ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല. പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഞാൻ ചില കാര്യങ്ങളൊക്കെ അങ്ങനെ പറയാതെ പറയാറുണ്ട് ചില നിമിഷങ്ങളിലൊക്കെ. പിന്നെന്താ, അടിച്ചു പൊളിച്ച് നടക്കുന്ന വീഡിയോ മാത്രം കാണുന്നതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പറയണത് കേട്ടോ. ഐ തിങ്ക് കേട്ടോ, എനിക്ക് നെഗറ്റീവായിട്ടല്ല ഞാൻ പറയണത്, ഞാനായിട്ട് സംസാരിക്കണ. പിന്നെ ഒരു കാര്യം പറയുന്നത്, ക്യാഷ് ഉണ്ടെങ്കിൽ വില ഉണ്ടാവും. സത്യം ഉണ്ടാ, ക്യാഷ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ ഹിഡൺ ആയിപ്പോവും. അതൊന്നും ആർക്കും വിലയില്ലാണ്ടായിപ്പോവും. അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഹോൾഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. കഴിഞ്ഞ വർഷം എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാടാ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എനിക്ക് ഭയങ്കര വെല്ലുവിളികളൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ എന്താണെന്നാണ് അറിയോ, എനിക്ക് പാർട്ടിയിൽ നിന്ന് കുറേ പേര് അങ്ങനെ ആ പാർട്ടി ബേസ്ഡായിട്ടുള്ള ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. ചിലരെ വിളിച്ചിട്ട് കഥ കേട്ടിട്ടൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അങ്ങനെയാണ്, നിന്നെ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കറിയാൻ വയ്യ ഞാൻ എങ്ങനെയൊക്കെ ഇതിന് റിയാക്ട് ചെയ്ത് പോകണേ അല്ലെങ്കിൽ സംസാരിച്ച് പോകണേ എന്നുള്ളത്. അങ്ങനെ ചിരിച്ച് കളിച്ചിരിക്കണമെന്നുള്ളൂട്ടാ. എനിക്ക് മുട്ടാര പ്രശ്നങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ ജോലിക്ക് പോകണില്ല, പക്ഷേ എൻ്റെ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കിത് ഞാനത് പുറത്ത് കാണിക്കാത്തടത്തോളം അല്ലെങ്കിൽ ഞാനത് സക്സസ്ഫുൾ ആവാത്തടത്തോളം കാലം എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ വെറുതെ ഇരിക്കുകയാണ്, അല്ല ഹാർഡ് വർക്കിംഗ് ഉണ്ട് അല്ലെങ്കിൽ വർക്ക് ഉണ്ട് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചിന്തിച്ച് നടക്കുന്നുണ്ട് ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സക്സസ്ഫുൾ ആവാണ്ട് എൻ്റെ റിസൾട്ട് അവർക്ക് കൊടുക്കാണ്ട് പറയാനേ പറ്റില്ല. ഞാനും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക, ഞാനും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, എൻ്റെ പാഷനിൽ എൻ്റെ ബിസിനസ്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് വരാണ്ട് എനിക്ക് ആരട്ടും പറയാൻ പറ്റില്ല. അല്ലാത്ത പക്ഷം ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്, അതിങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് എവിടെ റിസൾട്ട് ഇല്ല. കാശുണ്ടോ? കാശില്ല. അങ്ങനെയാണ്. അപ്പം എൻ്റെ EMIs വരുന്നുണ്ട്. എൻ്റെ വീട്ടിൽ ചിലപ്പോൾ ആവശ്യം വരാറുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും പണിയെടുക്കുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും പോയിട്ടും അവർക്കും ചില നേരത്ത് കാശിന് ആവശ്യം വരാറുണ്ട്. ചിലപ്പോൾ ഞാൻ അവരുടെ അടുത്ത് നിന്ന് വാങ്ങാറുണ്ട്. അച്ഛൻ ഇങ്ങനെ കാശ് വേണം, ഞാൻ ഈ പൈസ കിട്ടുമ്പോൾ തരാം. എനിക്ക് യൂട്യൂബിൻ്റെ എല്ലാ മാസം ഏണിങ്സ് ഒന്നും വരാറില്ല. പക്ഷേ ഇപ്പോൾ ഈ മാസം വന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത മാസം ഷുവറായിട്ടും വരും. അപ്പോൾ വരുമ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ എനിക്ക് കടം കൊടുക്കണം. ഇപ്പോൾ ഈ മാസം ഞാൻ പറയാം, എനിക്കൊരു 7,000 ഈ മാസം EMI മാത്രം അടയ്ക്കാണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു 2,000 ഒരു ഫ്രണ്ടിൻ്റെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി എൻ്റെ യൂട്യൂബ് ഇൻകം വരുമ്പോൾ ഞാനത് അവർക്ക് കൊടുക്കണം. എന്നിട്ട് അടുത്ത മാസത്തെ EMI അടയ്ക്കാനുള്ള ഫണ്ട് കണ്ടെത്തണം. അപ്പോൾ നമ്മളിങ്ങനെ മൂവ് ഓണായി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിൻ്റെ റിസൾട്ട് കാണിക്കാത്ത അപ്പുറം നമ്മൾ ജോലി ചെയ്യാണെന്നോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് ആ ഗ്രോത്ത് ടൈമിലാണെന്നോ ഒന്നും പറയാൻ പറ്റില്ല നമുക്ക്. നമ്മളത് ചെയ്ത് കാണിക്കുന്നുണ്ടോ? ഓക്കെ. ഇല്ല വെച്ചാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ പണിയെടുക്കണില്ല എന്നായിരിക്കും എല്ലാവരും നനയ്ക്കുണ്ടാവുക. അപ്പോൾ നമ്മൾ ചിരിച്ച് മാത്രം വർത്താനം പറയുന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കും നമ്മുടെ മനസ്സിൽ സങ്കടങ്ങളൊന്നുമില്ല എന്ന്. അപ്പോൾ അങ്ങനെയല്ല, പല കാര്യങ്ങളും ആ ലൈഫിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല. ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിക്ക് കേട്ടും. എൻ്റെ ഫാമിലിയിലുള്ള എത്ര കസിൻസും കാര്യങ്ങളൊക്കെ ഇതിൽ കാണണമെന്ന് അറിയും. എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എപ്പോഴും പറയും, നീ സങ്കടപ്പെട്ടിരിക്കരുത്, നീ ഇങ്ങനെ ആവരുത്, നീ ഗ്രോത്തിക്കുക. അപ്പോൾ എനിക്കിങ്ങനെ കരഞ്ഞ് കാണിക്കാനോ അല്ലെങ്കിൽ അതിനുള്ളൊരു സിറ്റുവേഷനാ എനിക്ക് അങ്ങനെ പറ്റില്ല. ഞാൻ ഓക്കെയാണ് എന്നുള്ള സിറ്റുവേഷനിൽ ഞാൻ വീഡിയോ ചെയ്യും. കോൺഫിഡൻ്റ് ആണ്, എനിക്ക് സംസാരിക്കണം, വീഡിയോ എടുക്കണം അങ്ങനെ പറഞ്ഞിട്ട്. എൻ്റെ അടുത്ത് എത്ര പേര് ഇപ്പോൾ അജുവിൻ്റെ വീട്ടിലാണ് ഞാൻ നിൽക്കണം, അജുവിൻ്റെ ഉമ്മച്ചി എടുത്തിട്ടുള്ള വീട്ടിലാണ്. അജുവിൻ്റെ അടുത്ത് എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യും, വീഡിയോ ചെയ്ത് എന്നെ കൊണ്ട് പറ്റും, നീ ഇങ്ങനെ കയറി വന്നാലേ എന്നൊക്കെ പറയും. പക്ഷേ എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് ഒരാൾ പറഞ്ഞിട്ട് ഇങ്ങനെ കേൾക്കാൻ പറ്റില്ല. ഞാൻ പറയട്ടെ, എൻ്റെ അടുത്ത് ഇപ്പോൾ അടിച്ചു പൊളിച്ച് നടക്കാമെന്നൊക്കെ പറയില്ലേ. എൻ്റെ കയ്യിലൊരു സാധനം ഉണ്ട്. ഈ സാധനം ഞാൻ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ എനിക്ക് ഈ കൈ ഫ്രീ ആണ്, എന്തെങ്കിലും എടുത്ത് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് എൻ്റെ ജീവിതത്തിലുള്ള കാര്യം. എൻ്റെ മനസ്സിൽ കുറേ വിഷമങ്ങളുണ്ട്. ആ വിഷമങ്ങളൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്, ഒരു റിലാക്സേഷന് വേണ്ടിയിട്ടാണ് ട്രാവൽ ചെയ്യണത്, സ്ട്രേഞ്ചേഴ്സായിട്ട് സംസാരിക്കുന്നത്, ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രിപ്പ് പോകണത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ ആ വിഷമങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ജോലി ചെയ്യണമെങ്കിൽ ജോലി ചെയ്യാം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണമെങ്കിൽ ബിസിനസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്. ഞാൻ ഹാപ്പിയാണ്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ എൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളായതുകൊണ്ടാണ് ഞാൻ ബിസിനസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്തകളിലേക്കൊക്കെ പോയി തുടങ്ങിയത്. ഞാൻ വർക്കിന് അല്ലെങ്കിൽ ബിസിനസ് എന്തായാലും ഈ ഒരു 1 മന്തിനുള്ളിൽ തീരുമാനം എടുത്ത് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ.
ഞാൻ പറയണ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു. ഹോപ്പ്ഫുള്ളി എനിക്ക് അങ്ങനെ തോന്നുന്നു ഞാൻ പറയണ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതെന്ന്. എനിക്കിങ്ങനെ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യാനാണ് ആഗ്രഹം. ഞാൻ ഉറപ്പായിട്ടും എൻ്റെ ബിസിനസ് അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ ഉറപ്പാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടായിരിക്കും ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുക, ചിലപ്പോൾ ഞാൻ പറയാണ്ട് നിങ്ങൾ ചില കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് എല്ലാം ഒരേ ടൈമിൽ അല്ലെങ്കിൽ നടക്കുന്ന ടൈമിൽ തന്നെ എല്ലാം അറിയിക്കാൻ പറ്റില്ല. അറിയിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് പ്രശ്നങ്ങളാണാവുക. അതാണ് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയരുത്. ഓക്കെ, ഇതൊക്കെ പറയുമ്പോഴും എനിക്ക് ഗുഡ് സൈഡും ഉണ്ട് ബാഡ് സൈഡും ഉണ്ട്, സന്തോഷങ്ങളും ഉണ്ട് ദുഃഖങ്ങളും ഉണ്ട്. അപ്പോൾ മനസ്സിലാക്കുക എല്ലാവരും സ്ട്രഗിളാണ്, എല്ലാവരും സ്ട്രഗിളാണ്. ആൺകുട്ടികളുടെ കാര്യം പിന്നെ പറയണ്ട, പെൺകുട്ടികൾക്ക് ഉണ്ടാവും, ഞാൻ ഇല്ലാതെ പറയില്ല. പക്ഷെ ആൺകുട്ടികൾ ഓൾമോസ്റ്റ് സ്ട്രഗിൾഡാണ്. നമുക്ക് കരയാനോ ആൾക്കാരെ മുന്നിൽ പോയിരുന്നിട്ട് കരയാനോ അല്ലെങ്കിൽ വീഡിയോ എടുത്തിരുന്നിട്ട് കരയരുത് നമുക്ക് പറ്റില്ല. നമുക്ക് ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചിലയിടത്തൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും, ചിലയിടത്ത് പറയാനോ പറ്റില്ല. ആർക്കെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് വേറെ സ്റ്റോറി ആയിരിക്കും, അവരത് ബാക്കിയുള്ളവരതൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞ് അങ്ങനെയൊക്കെ നടക്കും. അതുകൊണ്ട് നമ്മൾ ആൺകുട്ടികൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിസൾട്ട് കാണിക്കാണ്ട് ഒരു വാല്യൂ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷുവർ എനിക്ക് ബെറ്റർ ഡേയ്സ് വരുന്നുണ്ട്. ഞാൻ എപ്പോഴും നനയ്ക്കുന്നുണ്ട് എനിക്ക് ബെറ്റർ ഡേയ്സ് വരുന്നുണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെ എനിക്കൊരു ഷോർട്ട് ടൈം വരുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ ഞാനിപ്പോഴും ലേറ്റ് അല്ലാന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എനിക്ക് ഇപ്പോഴും വർക്ക് ചെയ്യാനുള്ള ടൈം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ആൻഡ് ഞാൻ തുടങ്ങൂടാ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എനിക്ക്. പിന്നെ എൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നേ, ചേട്ടാ ബാങ്കിൽ എന്തായിരുന്നു അക്കൗണ്ടൻ്റ് ആയിട്ടാണോ, ആണെങ്കിൽ ഡീറ്റെയിൽസ് ഒന്ന് പറയൂ, എനിക്ക് ബാങ്കിൽ അക്കൗണ്ട് ജോബ് ചെയ്യാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട്. കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയാടാ. ഞാൻ അക്കൗണ്ടൻ്റ് ആയിട്ടല്ല വർക്ക് ചെയ്തിരുന്നത്, ഞാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ സെക്ഷനിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആക്സിസിലാണെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ സെക്ഷനിൽ വെരിഫിക്കേഷനാണ് ചെയ്തിരുന്നത്. അത് നിർത്തിയിട്ട് ഞാൻ പോകുന്നത് ബജാജിലേക്കാണ്. ബജാജിലേക്ക് വന്നു കഴിഞ്ഞപ്പം ടെലികോളറായിട്ടാണ് കയറിയത്. പിന്നെ ഞാൻ ഓഫീസിൽ വർക്ക് തുടങ്ങി, എനിക്ക് കമ്പ്യൂട്ടറൊക്കെ തരാൻ തുടങ്ങി. സാലറി ഒക്കെ തന്നെയാണ് വരിക, പക്ഷേ വർക്കൊക്കെ നമുക്ക് പഠിക്കാൻ തുടങ്ങി. ക്രെഡിറ്റ് കാർഡിൻ്റെ ഓരോ പ്രോബ്ലംസ് ഒക്കെ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാൻ തുടങ്ങി. കുറച്ചും കൂടി എക്സ്പീരിയൻസ് കിട്ടിയത് ബജാജ് നാട്ടാണ്. കുറച്ചും കൂടി ഫ്രീഡം ഉണ്ടായിരുന്നു, പിന്നെ ഉടായി പഠിക്കായിരുന്നു. പക്ഷേ ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നു, തെരുവിലി ഉണ്ടായിരുന്നു, ചീത്തവിളി ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. നല്ലായിരുന്നു ബജാജ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അവിടുത്തെ സാറന്മാരാണെങ്കിലും അല്ലെങ്കിൽ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്ന ഞങ്ങളുടെ ബോസൊക്കെ ഉണ്ടായിരുന്നു, മാനേജർ, ആളോ അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര ഫ്രണ്ട്ലി കാര്യങ്ങളൊക്കെ ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1 year അവിടെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടാണ്. മീൻസ് അത് കാരണം എൻ്റെ ലൈഫിൽ കുറേ നല്ല മൊമെൻറ്റ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ക്യാഷ് കാരണം നല്ല മൊമെൻറ്റ്സ് ഉണ്ടായി. അപ്പോൾ ആരും വിചാരിക്കരുത് പണിക്ക് പോകണില്ല എന്ന് വെച്ചിട്ട് നമ്മൾ കാശ് ഉണ്ടാക്കണില്ല, അല്ലെങ്കിൽ അങ്ങനെ ഓസി അടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ വീട്ടുകാരുടെ കാശിനിരിക്കുകയാണ്, അങ്ങനെയല്ല. നമുക്ക് അടവുണ്ട്, അടവും കാര്യങ്ങളും ഉണ്ട്, വീട്ടിൽ ചിലവുണ്ട്. ഇതുപോലെ നടക്കാം അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ അതിനും ചിലവുണ്ട്. ഉറപ്പാണ് ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. നമ്മളൊക്കെ കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കണം, കാരണം അവൻ്റെ കയ്യിലും ഉണ്ടാവില്ല. അവന് അടുത്ത പ്രോഗ്രാം വരുമ്പോൾ നമ്മൾ പൈസ കൊടുക്കണം. പിന്നെ വീണ്ടും നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ അവൻ്റെ സാലറി ഡേറ്റ് ആകുമ്പോൾ നമുക്ക് തരും. അങ്ങനെയൊക്കെ തന്നെയാണ് റൊട്ടേഷൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ എനിക്ക് ഓക്കെയാണ് വീഡിയോ ഇടാൻ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ വീഡിയോ ഇടാറുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നവരൊക്കെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും, സപ്പോർട്ട് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും കമൻറ്റ്സ് വരുന്നുണ്ടെങ്കിൽ അതുപോലെയൊക്കെ റിപ്ലൈ തരാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഡേ ഇവിടെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ പുറത്തേക്കൊക്കെ പോകുന്നുണ്ട്, പറ്റുവാണെങ്കിൽ ആ വീഡിയോ കൂടി ആഡ് ചെയ്യാം, അല്ല ശരി നാളത്തെ വീഡിയോയിൽ ആഡ് ചെയ്യാം. ഓക്കെ, ബൈ. നമ്മൾ വൈകുന്നേരം നടക്കിറങ്ങിയതാടാ, ക്യൂൻസിലേക്ക് പോകാൻ നോക്കിയതാ. അപ്പോൾ കൊച്ചിയിലായതുകൊണ്ട് തന്നെ കറങ്ങാൻ നടന്നു കഴിഞ്ഞപ്പം ഒരു ബൈക്ക് ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എന്താണെന്ന് അറിയില്ല. എനിക്ക് BMW ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ബൈക്ക് കേട്ടോ. ഒരു ബൈക്ക് എന്തായാലും വാങ്ങും നമ്മൾ ഈ വർഷം, എങ്ങനെയെങ്കിലും വാങ്ങണം. ഭയങ്കര ഡ്രീം, ഭയങ്കര കൊതി കണ്ടു കഴിഞ്ഞപ്പം. മൈ ഐസ് ഓൺ യു ഈശ്വര.